ഇന്ത്യ നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണം പിന്നിട്ട് 15 ദിവസങ്ങൾ കഴിയുമ്പോൾ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുകയാണ് ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദികൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് ഇന്ത്യയുടെ കനത്ത തിരിച്ചടി. ഇന്ന് പുലർച്ചെ 1:44 ഇന്ത്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടി തുടങ്ങിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന കര, വ്യോമ, നാവികസേന സംയുക്ത നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു. ആക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപ്തിയേറിയ തിരിച്ചടികളിലൊന്നായി മാറുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരേ സമയം ഒരു രാത്രിയിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. കൊടും ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ എന്നിവരുടെ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. മുരിഡ്കയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു കഴിഞ്ഞു. കശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികൾക്ക് അടിയന്തര സാഹചര്യം നേരിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരിച്ചടിക്ക് പിന്നാലെ വ്യോമസേനയുടെ സൈനികാഭ്യാസവും തുടങ്ങിയിട്ടുണ്ട്. ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി. ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം. മസൂദ് അസറിന്റെ കേന്ദ്രവും ഇന്ത്യ ആക്രമിച്ചു. മുരിഡ്കയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. നിരവധി സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ സർവീസ് തടസ്സപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഖത്തർ എയർവേസ് പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ, ധരംശാല വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്.